അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് എടുക്കാനുള്ള പാഠം അൽ ബഖറ. അൽ ബഖറ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ബഖറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഖുർആനിലെ ഫസ്റ്റ് സൂറത്ത്, ഫാത്തിഹ കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ സൂറത്ത് അല്ലേ? വലിയ സൂറത്താണ്. അപ്പോൾ ബഖറ എന്നുള്ളത് ഈ ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊരു വിഷയം ആണ്. കാര്യപ്രസക്തമായ വിഷയമായതുകൊണ്ടാണ് അങ്ങനെ ഒരു സൂറത്ത് വരെ കൊടുക്കുന്നത് ഖുർആനിൽ. ഏതായാലും മൂസ റബ്ബഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഒരു പശുവിനെ അറുക്കാൻ അവരോട് കൽപ്പിച്ചു. അവരോട് ഓർഡർ കൊടുത്ത എന്താണ്? പശുവിനെ അറുക്കണം എന്നാണ്. അപ്പോൾ പശുവിനെ അറുക്കണം. അപ്പോൾ പശുവിനെ അറുക്കുമ്പോൾ അവിടെ ഒരു മുസീബത്ത് വന്നു പെടുകയാണ്. ഇനി എന്താണ് മുസീബത്ത്? അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താ? ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കും. എങ്ങനത്തെ പശുവാണ്, അതിൻ്റെ നിറം എന്താണ്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അതാണ് ഇതാണ് മറ്റേതാണ്, വെറുതെ ഇങ്ങനെ ആളെ മക്കാറാക്കിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അവരുടെ മേലിൽ ടൈറ്റാക്കി മാറ്റി മൂസാ നബി. അങ്ങനെ നോക്കിയപ്പോൾ ആ മൂസാ നബി മൂസാ നബി എങ്ങനെയൊക്കെയാണോ അവരോട് പറഞ്ഞത്, ഏത് രീതിയിലുള്ള പശുവിനെയാണ് അറക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ അവർക്ക് ആകെ ആശയക്കുഴപ്പത്തിലായി. ഏതായാലും അവർക്ക് അതുപോലെയുള്ള പശുവിനെ തെരഞ്ഞ് കുഴങ്ങി അവസാനം ഇടങ്ങേറായി എന്നുള്ളതൊക്കെയാണ് പറയണത്. അപ്പോൾ ചോദ്യം ചോദിച്ച് ആവശ്യമില്ലാതെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മോശമാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വലിയ സന്ദേശം ഈ പാഠത്തിൽ നൽകുന്നുണ്ട്. ഏതായാലും അവിടെ മുസീബത്ത് ഇറങ്ങി. ബനു ഇസ്രായേൽ തുടങ്ങി. യസ്അലൂന, അവർ ചോദിക്കാനും, വയസ്ഹറൂൻ, പരിഹസിക്കാനും അവർ തുടങ്ങി. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഒരു ബഖറത്തിനെ അറുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഖാലു അതത്തഖിദുനാ ഹുസുവ, ഞങ്ങളെ പരിഹസിക്കുകയാണോ നിങ്ങൾ? ഖാല, അപ്പോൾ മൂസാ നബി പറയാണ്, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളായ ജനതയിൽ പെടൽ ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ജാഹിലീങ്ങളായ ജനങ്ങളിൽ പെടുക എന്നുള്ള ഒരു വിഷയത്തിൽ അതിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ഞാൻ ജാഹിലൊന്നുമല്ല, ഞാൻ സത്യസന്ധമായി പറയാണ്. നിങ്ങളോട് ഓർഡർ ഇട്ട തന്നെയാണ് ഞാൻ അറിയാതെ എൻ്റെ തൊള്ളയിൽ നിന്ന് വായന്ന് വന്നതൊന്നുമല്ല, കളിയാക്കിയതും പരിഹസിച്ചതൊന്നുമല്ല. അള്ള പറഞ്ഞതാണ് നിങ്ങളോട് ഒരു ബക്കറത്തിനെ അറുക്കണം എന്ന്. മനസ്സിലായോ? ഏതായാലും വഹുന അർസലുല്ലസില, വീണ്ടും അവർ ചോദ്യങ്ങൾ അങ്ങനെ അയച്ചു വിട്ടോ. വീണ്ടും ചോദിക്കാണ്. ബനൂ ഇസ്രായേൽ പറഞ്ഞു മൂസാ നബിയോട്, മൂസാ നബിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയുള്ളതാണ് ഒന്നുകൂടെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുമോ? പശുവിൻ്റെ രീതിയും പശുവിൻ്റെ കോലും തടിയും ഒക്കെ ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുല്ല ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക, ഭയങ്കരമായ വയസ്സുള്ളതുമല്ല എന്നാൽ ബിക്റും അല്ല, അതിൻ്റെ അടിയുള്ള മധ്യമായിട്ടുള്ള ഒരു ബക്കറത്താണ് എന്ന് പറഞ്ഞു. കൂടുതൽ വയസ്സുള്ളതല്ല എന്നാൽ കന്യക പറഞ്ഞ വയസ്സില്ലാത്ത അതുമല്ല, ഒരു മീഡിയം ലെവലുള്ള ബക്കറത്ത് എന്ന് പറഞ്ഞു. ഫഫലോ മാത്തോമാർ, കൽപ്പിക്കപ്പെട്ട നിങ്ങൾ ചെയ്യോ? നിങ്ങളോട് ബക്കറത്തിനല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്യേ. ശരിക്ക് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ബക്കറത്തിനെ അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതിയോ? പക്ഷെ വീണ്ടും അവർ ചോദ്യം ചെയ്യാണ് മൂസാ നബിയോട്. വെറുതെ ചോദിക്കുക ഓരോ ചോദ്യങ്ങൾ. വലം യഖിഫു അലാ ഹദാ സുആൽ, ഈ ചോദ്യം കൊണ്ടും അവർ നിന്നില്ല. വീണ്ടും ചോദ്യം ചോദിക്കാണ്. ബൽ ബദഉ യസ്അലൂന അൽ ലൗനിയ, അവർ ആ പശുവിന്റെ നിറം എങ്ങനെയെന്ന് മൂസാ നബിയോട് ചോദിച്ചു. ശരിക്കൊരു പശുവിനെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറെ ചോദിക്കണം. നിറം എന്താണ്, വലിപ്പം എന്താണ്, ആകൃതി എന്താണ്, എങ്ങനത്താണ് ഞങ്ങൾ കൊണ്ടുവരേണ്ടത്, അതിന് കാലുണ്ടോ കൈയുണ്ടോ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ. ഏതായാലും മൂസാ നബിയെ ഞങ്ങൾക്ക് അതിന്റെ ലൗനൊന്ന് വ്യക്തമാക്കി തരണം, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ മൂസാ നബി പറയാണ്, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തു സഫറാ ഫാഖിഉൽ ലൗനുഹാ തസുറു നാളിരീൻ. ഒരു മഞ്ഞക്കള സഫറ എന്ന് പറയുന്ന നിറാട്ടോ, മഞ്ഞയോടൊക്കെ സാദൃശ്യമുള്ള നിറം. അങ്ങനത്തെ മഞ്ഞയോടൊക്കെ സാദൃശ്യമുള്ള ഒരു നിറമുള്ള സഫറ ആയ നിറമുള്ള ഒരു ബക്കറത്തിനെയാണ് അള്ളാഹ് പറയുന്നത്.
അതുപോലെ കാണുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബക്കറത്തിനെ നിങ്ങൾ കൊണ്ടുവരണം, അറുക്കണം. വലം യജിദൂ സുആലൻ, വീണ്ടും അവരെ ചോദ്യങ്ങൾ ഒഴിവാക്കിയില്ല. ഫാത്തിലക്കു സുആൽ, മനസ്സിലായോ? വീണ്ടും അവർ ചോദ്യത്തെ തൊടുത്തു വിട്ടോ, വീണ്ടും വീണ്ടും ചോദിച്ചു എന്നർത്ഥം. ഖാലൂ ലനാ റബ്ബക വബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വഇന്നാ ഇൻശാ അല്ലാഹു ലമുഹ്തദൂൻ. ബഖറത്ത് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഞങ്ങളുടെ മേലിൽ, ഒന്നും കൂടി ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുമോ? ഞങ്ങൾ ഏത് ബഖറത്തിനെ ഇറക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സന്മാർഗത്തിലാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂസാ നബി ഓൽക്കൊന്ന് ടൈറ്റായി കൊടുത്തു. ഖാല ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്കിൽ അർസ മുസല്ലമത്തുൻ ലാ ശിയത ഫിഹാ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉയ്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബഖറത്തുണ്ടല്ലോ, അങ്ങനത്തെ ആവാൻ പാടില്ല. അതുപോലെ വലാ തസ്കിൽ ഹർസ, ഹർസിൽ വെച്ച് കുടിപ്പിക്കുന്ന, മുസല്ലമത്തുൻ രക്ഷപ്പെട്ടതാവണം. മനസ്സിലായോ? അവരോട് പറയണേ ഭൂമിയിൽ ഒഴുതുന്ന രീതിയിലുള്ള ബക്കറത്താവാൻ പാടില്ല. അതുപോലെ കർഷകന്മാരൊക്കെ കാളുവിട്ടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കണ, അതുപോലെ വെള്ളം കുടിപ്പിക്കുന്ന, വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കണ ബക്കറത്തിന് കണ്ടിട്ടില്ല ഞങ്ങൾ? ഹർസിൻ്റെ സമയത്ത് വെള്ളം കുടിപ്പിക്കണേ, കൃഷിക്ക് വേണ്ടി നനക്കണ ബക്കറത്തില്ലേ, അതുപോലെ ഭൂമിയിൽ ഒഴുതണ ബക്കറത്തില്ലേ, അങ്ങനത്തെ ഒന്നും ആവരുത് എന്ന് പറഞ്ഞു അവരോട്. വലാകിൻ അസ്ലതുഹും ദയ്യഖത് അലൈഹിം അംറ, അവരുടെ ചോദ്യങ്ങൾ അവരുടെ മേലിൽ തന്നെ എന്ത് ചെയ്തു? തിരിച്ചടിയായി. എന്തിനാ ചോദിച്ച് ഇടങ്ങാറാക്കിയത് മൂസാ നബിയോട്? ഫലൗ ദബഉ അയ്യ ബഖറത ലകാനത് കാഫിയ, ഏതെങ്കിലും ഒരു ബക്കറത്ത് അവർക്ക് അർത്ഥം മതിയേനു, അത് മതിയാകുമായിരുന്നു. പക്ഷേ വലാകിന്നഹും ശദ്ദദു ഫശദ്ദദല്ലാഹു അലൈഹിം, പക്ഷേ അവർ ടൈറ്റ് ആക്കിയപ്പോൾ അള്ളാഹു അവരുടെ മേലെ ടൈറ്റ് ആക്കി. വഫത്തശു അനിൽ ബഖറത്തിൽ ലവാനി സഫറാഇൽ ഫാഖി ലൗനു അല്ലതി ലാ തുസീറു ലല്ലാഹു വലാ തുസ്കിൽ അർസ അൽ മുസല്ലമത്തു അല്ലതി ലാ ശിയത ഫിഹാ, അങ്ങനത്തെ ഒരു ബഖറത്തിനെ കുറിച്ച് അവർ അന്വേഷിച്ചു. വനദറ വുജൂദു ഹാദിഹിൽ ബഖറത്തിൽ ഗരീബ, ഈ വിചിത്രമായ ഈ രീതിയിലുള്ള ബഖറത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ കുറവാണ്. നദറ കുറവാണ് എന്നർത്ഥം, കുറച്ചേ കാണുള്ളൂ അങ്ങനത്തെ. ഒന്നുകിൽ ബഖറത്തും ഫാരിലാണ്, വൈമ്മ ബഖറത്തും ബിക്റാണ്, വൈമ്മ അവാനാണ് വലാക്കിൻ വൈറു സഫ്ര ആണ്, വൈമ്മ ബഖറത്തുൻ അവാനും സഫ്ര ആണ് വലാക്കിൻ ലൗനുഹാ വൈറു ഫാഖിൻ. മനസ്സിലായോ? വൈമ്മ ബഖറത്തുൻ അവാനും സഫ്ര ആണ് ഫാഖിഉൽ ലൗനുഹാ വലാകിന്നഹാ ബഖറത്തുൻ ദലൂലുൻ തുസീറുൽ അർള. ഒക്കെ യോജിച്ച കിട്ടില്ല, ഒന്നിട്ടുമ്പോൾ ഒന്ന് ശരിയാവില്ല, ഒന്ന് ശരിയാവും മറ്റേ ശരിയാവില്ല, അങ്ങനെ പറയാം. വൈമ്മ ബഖറത്തുൻ അവാനും സഫ്റാഉ ഫാഖിഉൽ ലൗനുഹാ ലാ തുസീറുൽ അർള വലാകിന്നഹാ തസ്കിൽ അർസ. ഏതായാലും ഫത്തശോ അവർ നല്ലോണം അന്വേഷിച്ചു. വാലിമു ആഖിബത ഹാദ തൻഖീർ, ഈ ഒരു പരിശോധനയുടെ അന്ത്യം അവർ മനസ്സിലാക്കി. ഈ ഒരു പരിശോധനയുടെ അന്ത്യം അവർ മനസ്സിലാക്കി. മാഹിയ മാലോനുഹ മാഹിയ എന്നൊക്കെ ചോദിച്ച് തൈബ് അവരാകെ ക്ഷീണിച്ചു. വാറാദല്ലാഹു ബി യതീമിൻ ഖൈറൻ, ഒരു യതീമക്കനെ കൊണ്ട് ഖൈറിനെ അള്ളാഹു ഉദ്ദേശിച്ചു. അപ്പോൾ വജദു ഹാദിഹിൽ ബഖറത്തല്ലതി വസഫഹ അല്ലാഹു ഇൻദഹു. ഏതായാലും ഈ പറയപ്പെട്ട വസ്ഫുള്ള ഒരു ബക്കറത്തിനെ എത്തിച്ചു, ഒരു യതീമിൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ അവർ പൈസ കൊടുത്തിട്ട് ഒരുപാട് ഖാലിയായിട്ടുള്ള നല്ല റേറ്റിന് എന്ത് ചെയ്തോ വാങ്ങി. ഫദബഹുഹ വമാ കാദു യഫലു, അങ്ങനെ അവർ അർത്തു എന്നുള്ളതാണ്. ഏതായാലും വാമറല്ലാഹു അയ്യുറബൽ മഖ്തൂല, കൊല്ലപ്പെട്ട ആളെ എന്ത് ചെയ്യണം? അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ബി ജുസ്ഇൻ മിൻ അജ്സായിൽ ബക്കറ, ഈ ബക്കറത്തിൻ്റെ ഒരു ഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക? അടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. മരിച്ചാൽ ജീവിപ്പിച്ചിരുന്ന പരിപാടിയാണിതേ. ഫയഹിയ, അങ്ങനെ അത് ജീവിക്കും. വയഖ്ബർ ബിസ്മിൽ ഖാത്തിരി, അങ്ങനെ എന്ത് ചെയ്യും? കൊന്ന ആളുടെ പേര് പറയും. വഹാക്കതാക്കാന, അങ്ങനെ ഏതെങ്കിലും ആ സംഭവം ഉണ്ടായി. മനസ്സിലായോ? ഒക്കെ ഓരോ മോചിതത്വം സംഗതിയാണ്. മൂസാ നബി ഇടപെട്ടപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ മേത്ത് എന്ത് ചെയ്തു? അങ്ങനെ അടിച്ചോ? എന്തുകൊണ്ടാണ് അടിക്കണേ? ബക്കറത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് അങ്ങനെ ജീവിച്ച് ആരാണ് മൂപ്പരെ കൊന്നതെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. അസ്സലാമു അലൈക്കും.